ഹായ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. അപ്പോൾ ഞാനിന്നിവിടെ റെഡിയാക്കാൻ പോണത് നല്ല വെണ്ടക്ക ഫ്രൈ ആണ് കേട്ടോ. നല്ല ഈസി ആയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റണ നല്ല ടേസ്റ്റുള്ള ഒരു വെണ്ടക്ക ഫ്രൈ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും വെറുതെ പറക്കി കഴിക്കാനും നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വെണ്ടക്ക ഫ്രൈന് വേണ്ടിയിട്ട് ഞാനൊരു 200 ഗ്രാമോളം വെണ്ടക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഇളം വെണ്ടക്ക, ഇതുപോലത്തെ നല്ല ഇളം വെണ്ടക്ക എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇത് കട്ട് ചെയ്തെടുക്കണം. ആദ്യം ഇത് കട്ട് ചെയ്യാനായിട്ട് ഇതിൻ്റെ 2 പുറം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് നടുവ് ഇങ്ങനെ കീറിയെടുക്കാം. ഇങ്ങനെ നേരെ കീറി ഇങ്ങനെ ഒന്ന് പൊളിച്ചെടുത്താൽ മതി. ഇതിലൊരു മസാലക്കൂട്ട് ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതിങ്ങനെ കീറിയെടുക്കണത്. ഇത് നടു കീറി കഷ്ണങ്ങളായി പൊളിച്ചെടുത്താൽ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് കൂടുതലായിട്ട് വറക്കുമ്പോൾ നമുക്ക് അത്രയും നേരം കൂടുതൽ വേണ്ടി വരും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ കീറിയെടുക്കണത്. ഇവിടെ വീട്ടിൽ വെണ്ടക്ക ഫാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ വെറൈറ്റി രീതിയിൽ അവർക്ക് എങ്ങനെ വെണ്ടക്ക അവരുടെ മുന്നിൽ എത്തിക്കാമെന്നാണ് ഞാൻ എപ്പോഴും നോക്കാറുള്ളത്. വെണ്ടക്ക എങ്ങനെ വെച്ചാലും ഇഷ്ടമാണ്. അപ്പോൾ ഉപ്പേരി വെച്ചാലും അതുപോലെ തന്നെ പുളി വെച്ചാലും സാമ്പാറിലിട്ടാലും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ വെണ്ടക്ക ഫാൻസ് വീട്ടിലുള്ളവർക്ക് ഈ ഒരു ഐറ്റം ഉറപ്പായും ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതെല്ലാം ഇങ്ങനെ നടു കീറിയെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം നമുക്ക്. അത് വളരെ എളുപ്പമാണ്. ഒരു ഇടികല്ലിലേക്ക് 5 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ 1/2 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് നിങ്ങളുടെ പാകത്തിന് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊക്കെയാണ് അതിലേക്ക് ആവശ്യമുള്ള പൊടികൾ. എന്നിട്ടത് നല്ലപോലെ ഒന്ന് ചതച്ച് കൊടുക്കുക. പിന്നെ ഇത് ആ സമയത്ത് നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിലേക്ക് 1 സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്നത് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ വെണ്ടയ്ക്കയുടെ ഉള്ളിലേക്ക് അത് വെക്കാനുള്ളതാണ്. അതിനനുസരിച്ച് അതൊന്ന് ലൂസാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച വെണ്ടക്കായ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇത് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളിതിൻ്റെ പുറത്തേക്ക് വേറെ മസാലയൊന്നും ഇനി തേക്കുന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് നല്ലപോലെ നിറച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതുണ്ടാക്കുമ്പോൾ ഈ സമയത്ത് മാത്രമാണ് കുറച്ച് സമയം വേണ്ടത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുറിച്ച് വെച്ചല്ല വെണ്ടക്കായുടെ ഉള്ളിൽ ഇത് തേച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ ഇത് വെണ്ടക്കയിൽ തേക്കണേറ്റും മുന്നേ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ അപ്പം നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞാനിത് എല്ലാ വെണ്ടക്കായയിലും തേച്ചു കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരൈറ്റം കൂടി ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇളക്കാൻ എളുപ്പത്തിന് ഞാനൊരു കുണ്ടുള്ള പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുത്തു. എന്നിട്ട് 1/4 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അരിപ്പൊടി ആകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലോറോ അല്ലെങ്കിൽ കടലമാവോ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇട്ട് കൊടുത്തത് അതിൻ്റെ മേലേക്ക്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അത് എല്ലാ ഭാഗത്തും ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന വിധത്തിൽ ഇളക്കി കൊടുക്കണം കേട്ടോ. കുറച്ചധികം നേരം തന്നെ അതൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ ആവില്ല കേട്ടോ. പിന്നെ എല്ലാ ഭാഗത്തും അരിപ്പൊടി ആയതിന് ശേഷം 1 സ്പൂണ് വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. പിന്നെ അത് പോരാന്ന് തോന്നിയപ്പോൾ ഞാൻ 1 സ്പൂണ് കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അരിപ്പൊടി എല്ലാ ഭാഗത്തും ഒന്ന് പറ്റി പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തത്. സ്പൂണിൽ തന്നെ ഒഴിച്ചോളൂ കേട്ടോ, അല്ലെങ്കിൽ അത് വെള്ളം അധികമായി പോവും. അപ്പോൾ ഞാൻ ആകെ 2 സ്പൂണ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതെല്ലാ ഭാഗത്തും പറ്റി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അതിനുശേഷം ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇത് ഓരോന്നായി ഇട്ട് വറുത്ത് എടുക്കാം കേട്ടോ. പിന്നെ ഇതൊക്കെ ആകുമ്പോഴേക്കും ഞാനൊരു കഥ പറഞ്ഞു തരാം കേട്ടോ നിങ്ങൾക്ക്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് ഓണത്തിന് ഓണത്തിന് പച്ചക്കറിയോ എന്തോ അത് എനിക്ക് ഓർമ്മയില്ല ആ ഒരു ഇത്. അങ്ങനെ ഓണം ആകുമ്പോഴേക്കും പച്ചക്കറി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് വർഷക്കാലത്ത് പച്ചക്കറി വിത്ത് കിട്ടും കേട്ടോ. അപ്പം നമുക്കത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഒരു പാക്കറ്റ് വിത്ത് കിട്ടും. അങ്ങനെ നമ്മളത് വീട്ടിൽ കൊണ്ടുവരും, നട്ട് പരിപാലിക്കും, തഴെടുക്കും, നടും, ചെടി മുളയ്ക്കും, അതൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിലെ ചീര വിത്തൊക്കെ മുളച്ച് 2 ഇലയൊക്കെ ആകുമ്പോഴത്തേക്കും അത് മുഴുവൻ പുഴു തിന്ന് പോകും കേട്ടോ. പിന്നെയും എന്തൊക്കെയോ വിത്തുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ 2 ഇല മാക്സിമം 3 ഇല, അതിനിടയിൽ അതൊക്കെ പുഴു തിന്നിട്ട് പോവും. നമുക്കത് പരിപാലിക്കാനൊന്നും അറിയില്ലല്ലോ, കുട്ടികളല്ലേ. പിന്നെ ആകെ ഉണ്ടാവുക ഈ വെണ്ടത്തൈയും അതുപോലെ തന്നെ വഴുതനത്തൈയും ഉണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ നട്ട് നനച്ചുണ്ടാക്കിയ വെണ്ടത്തൈയിൽ നിറച്ച് വെണ്ടക്കായ ഉണ്ടായിട്ടോ. അപ്പോൾ ഞാനത് പൊട്ടിച്ചിട്ട് ഉപ്പേരി വെക്കാനായിട്ട് നുറുക്കുകയാണ്.
അപ്പോൾ നുറുക്കുമ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടിയുമ്പോൾ പുഴുയില്ല എന്നല്ലോ കേട്ടോ. ഈ വെണ്ടക്കായൻ്റെ ഉള്ളിലൊക്കെ പുഴുണ്ടായിരുന്നു. എനിക്കതൊന്നും അറിയണ്ടായിരുന്നില്ല. ഞാൻ വെണ്ടക്കായ നല്ല ഡിഷ് എന്ന് പറഞ്ഞിട്ട് കൊത്തിരിയാണ്. അപ്പോൾ അയ്യോ എനിക്കിപ്പോഴും മറക്കാൻ പറ്റണില്ല. അത് ഒരു പുഴുവിനെ അങ്ങോട്ട് കൂടെ അങ്ങോട്ട് മുറിച്ചു. അയ്യോ എനിക്ക് കുറേ കാലം കുറ്റബോധം ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു അത്. ഭയങ്കര റിഗ്രറ്റായിരുന്നു ആ പുഴുവിനെ മുറിച്ചത് കേട്ടോ. അത് പോട്ടെ, പിന്നെ അത് വലുതായപ്പോൾ അതൊക്കെ മാറി. അത് സ്വാഭാവികമാണല്ലോ, അതൊക്കെ മനസ്സിലാക്കി. അല്ല, വെണ്ടക്കായൻ്റെ റെസിപ്പി ചെയ്യുമ്പോൾ തന്നെ ഞാൻ പുഴുവിൻ്റെ കഥ പറയണമല്ലേ. അത് സാരമില്ല, അതൊക്കെ വിട്ട് നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നമ്മളെ വെണ്ടക്കായ 2 ട്രിപ്പ് ഉണ്ടായിരുന്നു വറക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യത്തെ ട്രിപ്പ് വറുത്ത് കോരി, രണ്ടാമത്തെ ട്രിപ്പ് അത് വറുത്ത് കോരുമ്പോൾ മൂത്ത് വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില പൊട്ടിച്ചിട്ടു കേട്ടോ. ഈ കറിവേപ്പില എണ്ണയുടെ കൂടെ മൊരിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ലൊരു മണമാണ്. അപ്പോൾ ഞാനങ്ങനെ ആ കറിവേപ്പിലയും വെണ്ടക്കായും കൂടി വറുത്ത് കോരിയിട്ടോ. അപ്പോൾ ഞാൻ ഒരു കൊട്ടക്കൈയിലേക്കാണ് ആദ്യം കൊയ്ത്. എണ്ണ വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചു കേട്ടോ. വെണ്ടക്കായ വെച്ച് ചെയ്യാൻ പറ്റണ ഏറ്റവും നല്ലൊരു ടേസ്റ്റുള്ള റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ. ബൈ.